വീക്കെൻഡ് എപ്പിസോഡിൽ വന്നിട്ട് ലാലേട്ടൻ ആദ്യം ചോദിച്ചത് നിവിൻ എന്താണ് പ്രശ്നം, എന്താണ് അനുമോളുമായിട്ട് തനിക്കുള്ള പ്രശ്നം, എന്താണ് പറയാൻ ഞങ്ങൾക്കറിയണം എന്താ കാര്യമെന്ന്. അപ്പം നിവിൻ എണീറ്റിട്ട് എന്നിട്ട് പറയുകയാണ്, അത് ലാലേട്ടൻ ഞാൻ അനുമോളുടെ ബെഡിൽ വെള്ളം എടുത്ത് ഒഴിച്ചു. അങ്ങനെ ഒഴിക്കാനുള്ള കാര്യം എന്താണ്, ഒരാളുടെ കിടക്കുന്ന സ്പേസിൽ ആരെങ്കിലും വെള്ളം എടുത്ത് ഒഴിക്കുമോ എന്ന് ചോദിച്ചിട്ട് ലാലേട്ടൻ സംസാരിക്കാൻ തുടങ്ങി. അത് ശരിയായിട്ടുള്ള കാര്യമാണ് എന്നാൽ ആ രംഗമൊന്നും നമുക്ക് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ അന്ന് നടന്ന ആ പ്രശ്നം മൊത്തം ലൈവിൽ കാണിക്കുന്നുണ്ട്. ആ ആര്യം കാണിക്കുന്നതും അത് കഴിഞ്ഞിട്ട് ആ സീനിനകത്ത് ആദില നൂറ കിച്ചണിൽ നിന്ന് സംസാരിക്കുന്നതും ബാക്കി സാബുമാൻ അടുത്ത് കിടക്കുന്നെങ്കിലും പ്രതികരിക്കുന്നില്ല. അപ്പം ലാലേട്ടൻ അത് മൊത്തം വ്യക്തമായിട്ട് ശ്രദ്ധിച്ച് കണ്ടതിന് ശേഷം തിരിച്ച് വീണ്ടും വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താണ് അനുമോളുടെ ഫ്രണ്ട്സ് പോലും അനുമോൾക്ക് വേണ്ടി സംസാരിക്കുന്നില്ലല്ലോ. അതിങ്ങനെയാണ് ലാലേട്ട, ഇവിടെ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ്. നമുക്ക് വേണ്ടി ഇവിടെ ആരും ചോദിക്കാനില്ല. അവർക്കൊരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അവർ കറക്റ്റായിട്ട് അത് ചോദിക്കും, പ്രശ്നം ഉണ്ടാക്കും. പക്ഷേ എൻ്റെ അടുത്ത് ഉള്ള പ്രശ്നം ഉണ്ടായാൽ ഇതിങ്ങനെയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നൂറയ്ക്കും കൊള്ളുന്ന കണക്കാണ് ലാലേട്ടൻ ആ ഒരു ചോദ്യം തന്നെ ചോദിച്ചത്. അന്ന് എന്താണ് ഉണ്ടായതെന്ന് അനുമോൾ എടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറഞ്ഞിട്ട്, എനിക്ക് ശാരീരികമായിട്ട് സുഖമില്ലാതിരുന്ന സമയത്ത് ഞാനവിടെ ബെഡിൽ കിടക്കുകയായിരുന്നു, ഞാൻ ഉറങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ ആര്യൻ അവിടെ വന്നിട്ട് കണ്ടിട്ട് ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ആ വീഡിയോയ്ക്കകത്ത് ഫുള്ള് നമ്മൾ ഈ ലൈവിൽ കണ്ടിരുന്ന കണക്ക് മൊത്തത്തിൽ കാണിക്കുന്നുണ്ട്. ആര്യൻ്റെ ആക്ടിങ്ങും ആര്യൻ ചോദിക്കുന്നതും ആര്യൻ വെള്ളം എടുത്തുകൊണ്ട് കൊടുക്കുന്നതും പിന്നെ നിവിൻ എടുത്തൊഴിക്കുന്നതും ഫുള്ള്. അന്നേരം അത് മൊത്തം അനുമോൾ ലാലേട്ടനോട് വിവരിക്കുന്നുണ്ട്. ഈ നിവിൻ അനുമോളോട് ഇങ്ങനെ കാണിക്കാനുള്ള കാര്യം എന്താ, അനുമോൾ പ്രത്യേകിച്ച് വിരോധം വല്ലതും ഉണ്ടായിട്ടാണോ അത്? അന്നേരം ലാലേട്ടൻ അങ്ങോട്ട് ചോദിക്കുന്ന അനുമോളെടുത്ത്, അനുമോൾ നോമിനേറ്റ് ചെയ്തുകൊണ്ട് ആണോ ഈ നിവിൻ ഇങ്ങനെ കാണിക്കുന്നത്? അതേ ലാലേട്ട, അതൊരു മെയിൻ കാരണമാണ്. ഇവൻ എപ്പം ഞാൻ നോമിനേറ്റ് ചെയ്താലും ഇവൻ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കാറുണ്ട്, എന്നെ ശല്യം ചെയ്യാറുണ്ട്. ഞാൻ ചുമ്മാതിരിക്കുകയാണെങ്കിൽ ഞാൻ ഇരിക്കുന്നിടത്ത് വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നതാണ് ഇവൻ്റെ സ്ഥിരം പണിയെന്ന് അനുമോൾ പറയുന്നുണ്ട്. എന്നിട്ട് ഓരോരുത്തരെയും വിളിച്ചിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ആര്യൻ എന്താണ് ആ സംഭവത്തിനെ പറ്റി പറയാനോ? അതും പറയാം, വെറുതെ വെള്ളം ഇങ്ങനെ ചെറുതായിട്ട് കുടയുന്നതായിട്ട് ഞാൻ വിചാരിച്ചിട്ടാണ് ചെറിയ കപ്പിൽ ഞാൻ വെള്ളം അങ്ങോട്ട് കൊടുത്തത്. പക്ഷേ ഇത്രമാത്രം ഒഴിക്കുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല ലാലേട്ട, അതൊക്കെ തെറ്റാണ് എന്നൊക്കെ ഒരു അഭിനയം ആര്യൻ്റെ. അനീഷിന് എന്താണ് പറയാനുള്ളതെന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് എണ്ണീറ്റ് നിന്നിട്ട് പറഞ്ഞു, ഇവരെ 3 പേരെയും ക്യാപ്റ്റൻ ആക്കിയതിന് ശേഷം ഇവർക്ക് ആ അധികാരത്തിൻ്റെ മത്ത് തലയ്ക്ക് പിടിച്ച കണക്ക് ഇവർ ആ കിച്ചണിൽ ഓരോ പരിപാടികൾ ഒപ്പിച്ചു. എന്നിട്ട് അനുമോൾക്ക് നേരെയും ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാണ് ലാലേട്ടാന്ന് അനീഷും പറഞ്ഞു. ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, നൂറയ്ക്ക് എന്തോ പറയാനുണ്ടല്ലോ, നൂറ എന്താണ് പറയാനുള്ളത്? അപ്പം നൂറ അതുവരെ അനുമോൾക്ക് വേണ്ടി സംസാരിക്കാഞ്ഞതിൻ്റെ കാര്യം, അനുമോളുടെ ഫ്രണ്ട്സ് ഇത് കണ്ടുകൊണ്ടിരുന്നതല്ലേ എന്ന് ചോദിച്ച കണക്കെ അതുകൊണ്ടായിരിക്കണം നൂറ എണ്ണീച്ചിട്ട് പറയാണ്, ലാലേട്ട പിന്നെ ഇത് അനുമോളും ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ തിരിച്ച് പറയാറുണ്ട്, എന്നാലും നെവിൻ അങ്ങനെ ചെയ്തത് ഒട്ടും ശരിയായില്ല, ഒരാളുടെ പേഴ്സണൽ സ്പേസ് അല്ലേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ലാലേട്ടനൊന്നും മിണ്ടുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും നെവിനോട് ചോദിക്കുന്നത്, നെവിൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയുള്ള കാര്യമാണ്. അപ്പോൾ സാബുമാനോട് ചോദിക്കുന്നത്, സാബുമാനും നോമിനേറ്റ് ചെയ്ത ഒരാളല്ലേ, അപ്പം സാബുമാനെ നോമിനേറ്റ് ചെയ്തത് കൊണ്ടാണോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നെവിൻ ഇവിടെ കാണിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സാബുമാൻ പറയാണ്, എൻ്റെ അടുത്ത് ഞാൻ നോമിനേറ്റ് ചെയ്തപ്പോൾ കുറച്ചൊക്കെ അവന് പ്രശ്നങ്ങളുണ്ട്, പക്ഷേ അവൻ പേഴ്സണലി എൻ്റെ അടുത്ത് വരാറില്ല കേട്ടോ ലാലേട്ട, വന്നു കഴിഞ്ഞാൽ കളി മാറും എന്ന് പറയുന്നുണ്ട്. അത് ഒരു നല്ല ഒരു ആൻസറാണ് കൊടുത്തത്. കാരണം അനുമോളെടുത്ത് കളിക്കുന്ന കണക്കല്ല, എൻ്റെ അടുത്ത് കളിക്കാൻ വന്നാൽ ഞാൻ നല്ലത് കൊടുക്കുമെന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. ഫിസിക്കലി സൗമൻ പറഞ്ഞു കഴിഞ്ഞു, ഇവിടെ പറ്റാത്തത് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ എപ്പോഴും അവനെ ചവിട്ടിക്കൂട്ടിയെടുത്ത് എറിഞ്ഞ് കളഞ്ഞാനെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്താ അനുമോളോട് മാത്രം ഇങ്ങനെ കാണിക്കുന്ന? അനുമോൾക്ക് പിന്നെ വേറെ എന്താ കുലസ്ത്രീ എന്ന് വിളിച്ചതിൻ്റെ വൈരാഗ്യം കൊണ്ടാണോ പിന്നീട് ഇങ്ങോട്ട് ഓരോ പ്രശ്നങ്ങളുണ്ടായെന്നും ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, അത് ഓക്കെ ലാലേട്ട, അത് കുഴപ്പമില്ല, പക്ഷേ പുറത്തുനിന്ന് പേരൻസൊക്കെ വന്ന ആ സമയം മുതൽ പുറത്തുനിന്ന് ആരെങ്കിലും ഗസ്റ്റ് വരുവാണെന്നുണ്ടെങ്കിൽ അവന് ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളും, അവനെ എല്ലാവർക്കും ഇഷ്ടമാണ് എന്നൊക്കെ അറിഞ്ഞു കഴിയുമ്പം അവന് ഭയങ്കര പ്രശ്നമാണ് എൻ്റെ അടുത്ത് എന്ന് പറയുന്നുണ്ട് അനുമോൾ. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഇവനോട് ഭയങ്കര സ്നേഹമായിരുന്നു, അവൻ പറഞ്ഞ തമാശകളെല്ലാം നല്ലതായിട്ട് ആസ്വദിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. എപ്പോഴാണോ പുറത്തുനിന്ന് ആൾക്കാർ വരാൻ തുടങ്ങി അപ്പം മുതൽ അവൻ വേറൊരാളായി മാറുകയാണെന്ന് അനുമോൾ ശരിക്കും പറയുന്നുണ്ട്. ലാലേട്ടൻ്റെ കാര്യം ശരിക്കും മനസ്സിലായി. എന്നിട്ട് വീണ്ടും നെവിനോട് പറയുന്നുണ്ട്, നെവിൻ അങ്ങനെ തെറ്റായിട്ട് ചിന്തിക്കുകയൊന്നും ചെയ്യരുത്, തനിക്ക് സപ്പോർട്ടുണ്ടെന്ന് തന്നോട് ആരാ പറഞ്ഞേ? അതൊക്കെ തൻ്റെ തോന്നലുകൾ മാത്രമാണ്. എന്നാൽ നെവിൻ പറയുകയാണ്, ലാലേട്ട ഞാനിവിടെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ എനിക്ക് ഉറക്കക്കുറവുണ്ട്, എനിക്ക് പേടിയുണ്ട്, ഏത് നിമിഷവും എനിക്ക് പോകേണ്ടി വരുമെന്നുള്ള ഭയം വരെ എനിക്കുള്ള ആളാണ്. ഞാൻ അങ്ങനെയൊന്നും തെറ്റായിട്ട് ചിന്തിച്ച് വെച്ചിട്ടില്ല. ഇവരിതൊക്കെ പറയുന്നെങ്കിലും ഞാൻ അങ്ങനെ ചിന്തിച്ച് നടക്കുന്ന ഒരാളാണ്. എനിക്ക് എത്രമാത്രം സപ്പോർട്ടുണ്ട് എന്നൊക്കെ എനിക്കറിയാം. പിന്നെ അനുമോള് നീ ഒരു പുരുഷനാണോ എന്നൊക്കെ ചോദിച്ച കാര്യമൊക്കെ നെവിൻ പറയുന്നുണ്ടായിരുന്നു.
അന്നേരം അനുമോൾ പറഞ്ഞു, ഞാൻ അവനോട് പറഞ്ഞ വേറൊന്നുമല്ല ലാലേട്ട, പുരുഷന്മാരുടെ കണക്ക് ഞാൻ കണ്ടിട്ടുള്ള പുരുഷന്മാരെല്ലാം നല്ല സ്വഭാവമുള്ളവരാണ്, അവരാരും ഇത്തരം പ്രവൃത്തികളൊന്നും ചെയ്യാറില്ല, നീ അവരെയൊക്കെ പോലെ ആവോ, നീ ഇങ്ങനെയൊന്നും ചെയ്യാതെ ഇങ്ങനെ ദ്രോഹിക്കാതെ എന്നൊക്കെ ഞാൻ അവനോട് ആ ഒരു രീതിയിലാണ് പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. എന്തായാലും ലാലേട്ടൻ അനുമോൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിപ്പാണ് ഇന്ന് നിന്നത്.